നമസ്കാരം. ജീവിക്കണമോ മരിക്കണമോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യന് അവകാശമുണ്ടോ? അന്തസ്സോടെ ജീവിക്കണമെന്നത് മൗലികാവകാശമാണെന്നാണ് ഇതിന് പലരും നൽകുന്ന മറുപടി. നമ്മുടെ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരം എല്ലാ ഇന്ത്യക്കാർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അത് സുപ്രീം കോടതി വിശദീകരിച്ചിട്ടുമുണ്ട്. റൈറ്റ് ടു ലീവ് എന്ന് പറഞ്ഞാൽ അതിജീവനമല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെ ആരോഗ്യ സുരക്ഷയും ഇതിന് കീഴിൽ പ്രധാനമാണ്. അപ്പോൾ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും അതിൽ നൈസർഗികമായി ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രോഗശൈലിയിൽ തങ്ങളുടെ ഭാവി നിശ്ചയിക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. അസുഖം മാറില്ലെന്നുറപ്പായിട്ടും ജീവശവമായി വർഷങ്ങളോളം ആശുപത്രിയിൽ തള്ളി നീക്കുന്നവരുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തൃശൂരിൽ നിന്നുള്ളൊരു വാർത്ത ശ്രദ്ധ നേടുന്നത്. അന്തസ്സോടെ മരിക്കാനുള്ള ഒരാളുടെ അവകാശവും അവസാന നാളുകളിൽ വൈദ്യപരിചരണത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ ലിവിംഗ് വിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. തൃശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ 30 വോളണ്ടിയർമാരാണ് ഇത്തരത്തിൽ തങ്ങളുടെ വിൽപത്രത്തിൽ ഒപ്പുവച്ചത്. ഒരു രോഗിയുടെ അവസാന നാളുകളിൽ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ നടത്തുന്ന ചൂഷണം ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. ലിവിംഗ് വിൽ എന്നത് ഒരു വ്യക്തിക്ക് സമ്മതം പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആ വ്യക്തി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വൈദ്യചികിത്സയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു രേഖാമൂലമുള്ള പ്രസ്താവനയാണ്. ഈ ശ്രമം അന്തസ്സോടെ മരിക്കാനുള്ള ആളുകളുടെ അവകാശത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനാണെന്ന് തൃശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സ്ഥാപകാംഗവും വിരമിച്ച പ്രൊഫസറുമായ NN ഗോകുൽദാസ് പറയുന്നു. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ വിപുലീകരണമാണിത്. ദിവസങ്ങളോളം വെന്റിലേറ്റർ പിന്തുണയിൽ തുടരുന്നതിന് പകരം തങ്ങളിൽ ചിലർക്ക് ഇഷ്ടം പോലെ മരിക്കാൻ ആഗ്രഹമുണ്ടെന്നും അർബുദത്തെ അതിജീവിച്ച ഗോകുൽദാസ് പറയുന്നു. 1967 യൂത്തനേഷ്യ സൊസൈറ്റി ഓഫ് അമേരിക്കയിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ ലൂയി കുട്ട്നർ എന്ന ഇല്ലിനോയിസ് നിയമജ്ഞനാണ് ലിവിംഗ് വിൽ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. ഒരുപാട് പേർ തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ നേരിട്ട ജീവിതവും മരണവും തമ്മിലുള്ള മൽപ്പിടുത്തം കണ്ട് സഹികെട്ടാണ് അദ്ദേഹം ഈ ആശയം രൂപീകരിച്ചത്. 1969 ഒരു നിയമ ജേണലിൽ അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മനുഷ്യന് അന്തസ്സോടെ മരിക്കാനും അവകാശമുണ്ടെന്ന് അദ്ദേഹം കരുതി. ലിവിംഗ് വില്ലിന്റെ ആദ്യത്തെ കരട് തയ്യാറാക്കിയതും അദ്ദേഹമാണ്. 2018 ആരോഗ്യം വഷളാകുന്ന ഒരു വ്യക്തിക്ക് ലിവിംഗ് വിൽ തയ്യാറാക്കി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് സുപ്രീം കോടതി ചരിത്രമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. ഇതോടെ ലിവിംഗ് വിൽ ഇന്ത്യയിൽ നിയമപരമായ സാധുത നേടി. വിൽപത്രം തയ്യാറാക്കുന്ന ആൾ നിയമാനുസൃതമായ പ്രായമുള്ള ആളായിരിക്കണം, മാനസിക ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചികിത്സ അവസാനിപ്പിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തണം. വിൽപത്രം 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒപ്പിടുകയും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുകയും വേണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിന്റെ പകർപ്പ് വ്യക്തി താമസിക്കുന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അയക്കും. മകൻ, മകൾ, ജീവിത പങ്കാളി അല്ലെങ്കിൽ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവർക്കും ഒരു പകർപ്പ് നൽകും. കേരളത്തിൽ ആദ്യമായി ലിവിംഗ് വിൽ എഴുതിയത് തൃശൂരിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജോസ് ബാബുവാണ്. 2019 ഇത്. രോഗിയുടെ ജീവൻ നിലനിർത്തേണ്ടത് ഡോക്ടറുടെ കടമയായതിനാൽ ലിവിംഗ് വില്ലിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ വകുപ്പ് ഇതുവരെ ലിവിംഗ് വിൽ രജിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തുടർ നടപടികൾ വകുപ്പ് മുഖേന നീക്കുന്നത് വെല്ലുവിളിയുമാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.